കോഴിക്കോട് തളി മഹാശിവക്ഷേത്രത്തിൽ വിവാഹത്തിനിടെ വിപ്ലവ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത് വിവാദമാകുന്നു. മുഹൂർത്ത സമയത്താണ് SFI സിന്ദാബാദ് ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നത്. ദേവസ്വം ഭൂമിയിലെ കൈലാസ മണ്ഡപം എന്ന അറിയപ്പെടുന്ന വേദിയിലായിരുന്നു മുദ്രാവാക്യം വിളികൾ. ഹിന്ദു സംസ്കാരത്തെയും ക്ഷേത്ര പരിസ്ഥിതി ചടങ്ങുകളും പാവനതയും തകർക്കാനുള്ള CPM ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരം നീക്കമെന്ന് ഹിന്ദു ഐക്യവേദി വിമർശിച്ചു. വിവരങ്ങളുമായി ഗൂഗിൾ K വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗൂഗിൾ, തളി ക്ഷേത്രത്തിൽ വിവാഹത്തിനിടെ വിപ്ലവ മുദ്രാവാക്യങ്ങൾ ഉയർന്നു, ഇത് വിവാദമാകുന്നു. ഒപ്പം ഈ മുദ്രാവാക്യങ്ങൾ ദേവസ്വം ഭൂമിയിലെ കൈലാസ മണ്ഡപം എന്നറിയപ്പെടുന്ന വേദിയിലായിരുന്നു മുദ്രാവാക്യം ഉയർന്നത്. ഇത് ഹിന്ദു സംസ്കാരത്തെയും ക്ഷേത്ര പരിസരത്തെ ചടങ്ങുകളുടെ പാവനയും തകർക്കാനുള്ള CPM ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ഹിന്ദു ഐക്യവേദിയും മറ്റ് വിശ്വാസ സമൂഹവുമൊക്കെ ഈ കഴിഞ്ഞ ദിവസം നടന്ന കല്യാണത്തിനിടെ ഉയർന്നു വന്നിട്ടുള്ള മുദ്രാവാക്യം വിളിയെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. തളി മഹാശിവക്ഷേത്രം നമുക്കറിയാം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. കാലങ്ങളായി ക്ഷേത്രത്തിനകത്ത് വെച്ചാണ് വിവാഹം നടക്കാറുള്ളത്. അതിന് വിപരീതമായി ക്ഷേത്ര ഭാരവാഹികൾക്ക് ക്ഷേത്രത്തിന് പുറത്തുള്ള ക്ഷേത്രത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ദേവസ്വം ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസ മണ്ഡപത്തിന് അകത്ത് വെച്ചിട്ട് കല്യാണം നടത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിവാഹ സംഘം സമീപിക്കുകയാണ്. ക്ഷേത്ര ഭാരവാഹികൾ മറ്റൊന്നും ആലോചിക്കാതെ തന്നെ അവർക്ക് ആ വിവാഹത്തിനുള്ള സൗകര്യം അവിടെ ഏർപ്പാടാക്കി കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇത്തരത്തിലൊരു വിവാഹം നടന്നത്. ആ വിവാഹത്തിനിടയിൽ താലി കിട്ടുന്ന സമയത്താണ് SFI സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ അവരുടെ കല്യാണ സംഘത്തിന്റെ ഭാഗമായിട്ട് അവരുടെ കൂടെ വന്നിട്ടുള്ള ആളുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നു വന്നിട്ടുണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന്, വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിലൊക്കെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് വിപ്ലവ ഗാനങ്ങളൊക്കെ ആലപിച്ചതിന്റെ ഭാഗമായി അനൂഷ് ഉൾപ്പെടെയുള്ള ഗായകർക്കെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു ഭക്തജനങ്ങളുടെ ഇടയിൽ നിന്ന്. അങ്ങനെ ഹൈക്കോടതിയിലൊക്കെ ആ കേസെത്തി. ഹൈക്കോടതി പറഞ്ഞത് ഈ ക്ഷേത്രവും ക്ഷേത്ര സംബന്ധിയായ കാര്യങ്ങളൊന്നും ഇത്തരത്തിലുള്ള വിപ്ലവ ഗാനങ്ങൾ പാടാനുള്ള ഒരു ഇടമല്ല എന്നൊരു വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരം ചർച്ചകളൊക്കെ സജീവമായിരിക്കുകയാണ് തളി മഹാശിവക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ദേവസ്വം ഭൂമിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കൈലാസ മണ്ഡപം എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള സംഗീത അർച്ചനകളും സാംസ്കാരിക പരിപാടികളൊക്കെ നടക്കുന്ന ആ വേദിയിൽ ഇത്തരത്തിലുള്ള ഒരു വിവാഹം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ക്ഷേത്ര ഭാരവാഹികളോടും കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ മറുപടിയും ഇത് തന്നെയാണ്. അതായത് വിവാഹം നടത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു സംഘം ഞങ്ങളെ സമീപിക്കുന്നു. ഞങ്ങൾ അതിന് സ്വാഭാവികമായിട്ടും സ്ഥലം അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതായത് ഹൈന്ദവ സംസ്കാര പ്രകാരമുള്ള കല്യാണങ്ങളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സമൂഹം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് ക്ഷേത്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം കല്യാണങ്ങൾ ഇപ്പോൾ പല രീതിയിൽ നടക്കാറുണ്ട്. വിശ്വാസപരമായും അല്ലാത്തതുമായ രീതിയിലൊക്കെ നടക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും ക്ഷേത്രം ഭൂമിയിൽ അല്ലെങ്കിൽ ക്ഷേത്ര സംബന്ധമായ സ്ഥലത്ത് വിവാഹം നടക്കുമ്പോൾ ഹൈന്ദവ ആചാര പ്രകാരം തന്നെയായിരിക്കും നടക്കുക എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത്. പക്ഷേ അതിന് വിപരീതമായിട്ട് ഇത്തരത്തിലുള്ള മുദ്രാവാക്യം വിളികളൊക്കെ ഉയർന്നിട്ടുണ്ട്. ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾക്കും അതിലൊരു എതിർപ്പുണ്ട് എന്നൊരു കാര്യമാണ് ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുള്ളത്. എന്തായാലും ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ നിന്നും ഇത്തരത്തിലുള്ള ക്ഷേത്ര വകകളെയൊക്കെ ഈ രീതിയിൽ ഹൈന്ദവ സംസ്കാരത്തിനെതിരായ രീതിയിൽ അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെതിരെ വിശ്വാസികൾക്കിടയിൽ കടുത്ത എതിർപ്പ് ഉയർന്നു വന്നിട്ടുണ്ട്, അമർഷം ഉയർന്നു വന്നിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തിലെടുത്തുള്ള നിലപാട് കാലങ്ങളായിട്ട് CPM ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകൾ ഹൈന്ദവ സംസ്കാരത്തെ തകർക്കാൻ നടക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി SFIയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നാണ്. അതിൽ നിന്ന് പിന്തിരിയണമെന്നൊരു ആവശ്യം ഹിന്ദു ഐക്യവേദി മുന്നോട്ടേക്ക് വെക്കുന്നു. ഹൈന്ദവ ആരാധനാലയങ്ങളും അല്ലെങ്കിൽ ഹൈന്ദവ സംബന്ധിയായ കാര്യങ്ങളൊക്കെ ഹൈന്ദവ വിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഉതകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായിട്ടും ഹിന്ദു ഐക്യവേദി മുന്നോട്ടേക്ക് വെക്കുന്നതെങ്കിൽ. ശരി ഗൂഗിൾ, കോഴിക്കോട് തളി മഹാശിവക്ഷേത്രത്തിൽ വിവാഹത്തിനിടെ വിപ്ലവ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത് വിവാദമാവുകയാണ്. മുഹൂർത്ത സമയത്താണ് SFI സിന്ദാബാദ് ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നത്. ദേവസ്വം ഭൂമിയിലെ കൈലാസ മണ്ഡപം എന്നറിയപ്പെടുന്ന വേദിയിലായിരുന്നു മുദ്രാവാക്യം വിളികൾ. ഹിന്ദു സംസ്കാരത്തെയും ക്ഷേത്ര പരിസരത്തെ ചടങ്ങുകളുടെ പാവനതയും തകർക്കാനുള്ള CPM ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരം നീക്കമെന്ന് ഹിന്ദു ഐക്യവേദി വിമർശിക്കുന്നു. വിവരം നൽകുകയായിരുന്നു ഗൂഗിൾ K വേണുഗോപാൽ.